ചില മനുഷ്യർ ചില പ്രത്യേക സീസണുകളിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു കൂട്ടരാകട്ടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ജീവിക്കുവാൻ പ്രിയപ്പെടുന്നു. ആ കൂട്ടരെപ്പറ്റി ശലോമോൻ പറയുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം, പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിൻ്റെ കാരണമെന്ത് എന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. വേറൊരു കൂട്ടരാകട്ടെ ഒരു നല്ല ഭാവി വരുമെന്ന പ്രതീക്ഷയിൽ ഭാവി കാലത്ത് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഇന്നലകളിലും നാളുകളിലും ജീവിക്കുവാനായി ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്ന് ശരിക്ക് ജീവിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നവർ ചിന്തിക്കുന്നില്ല. ദിവസങ്ങളെയും കാലങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം അരുളി ചെയ്തതത്രേ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോകയില്ല. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവം മാറാത്തവൻ. കാലങ്ങൾ മാറട്ടെ, വിതയും കൊയ്ത്തും വരട്ടെ, ശീതവും ഉഷ്ണവും വേനലും വർഷവും ഉണ്ടാകട്ടെ, രാവിലൂടെയും പകലിലൂടെയും കൂടെ നാം കടന്നു പോകട്ടെ, എല്ലാ കാലങ്ങളിലും മാറ്റമില്ലാത്ത നമ്മുടെ ദൈവം നമുക്ക് നല്ലവനാണ്. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കും നമ്മോട് അരുളി ചെയ്ത അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ല. അതുകൊണ്ട് നാം ആയിരിക്കുന്ന കാലഘട്ടത്തെ വിലമതിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിരുവചനം പറയുന്നു, 118-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം, ദിസ് ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. ഇന്നലെയും നാളെയും ഇന്നിൻ്റെ മുറിയിലേക്ക് കടന്നു വരാതെ വണ്ണം അതിൻ്റെ ഉരുക്കുവാതിലുകൾ ഭദ്രമായി അടയ്ക്കുക എന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് നാം സന്തോഷിക്കുക. ഇന്നത്തെ കർമ്മരംഗത്ത് ഊർജ്ജസ്വലരായി നിൽക്കേണ്ടതിന് മരിച്ചുപോയ ഇന്നലകളും ജനിക്കാത്ത നാളുകളും ഇന്നത്തെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാം അനുവദിക്കരുത്. ഇന്ന് എന്ന ദിവസം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദിവസത്തിൽ ദൈവത്തെ സ്തുതിക്കുക, കർത്താവിൽ സന്തോഷിക്കുക, കർത്താവുമായുള്ള ജീവിതം ആസ്വദിക്കുക. ഇന്നത്തെ ജോലി ഉത്സാഹത്തോടും വിശ്വസ്തയോടും കൂടി ചെയ്യുക. തോമസ് കാർലൈലിൻ്റെ ഒരു വാചകമത്രേ, അവർ മെയിൻ ബിസിനസ് ഈസ് നോട്ട് ടു സീ വാട്ട് ലൈസ് ഡിംലി അറ്റ് എ ഡിസ്റ്റൻസ്, ബട്ട് ടു ഡു വാട്ട് ലൈസ് ക്ലിയർലി അറ്റ് ഹാൻഡ്. ദൂരത്തിൽ അവ്യക്തമായി സ്ഥിതി ചെയ്യുന്നത് കാണുക എന്നതല്ല നമ്മുടെ പ്രധാന ജോലി. പ്രത്യുത നമ്മുടെ സമീപത്ത് വ്യക്തമായി കാണുന്നത് ചെയ്യുക എന്നതാകുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഓരോ ദിവസവും ആനന്ദപ്രദവും അനുഗ്രഹപൂർണവുമാക്കുവാൻ ഇന്ന് നാം സന്തുഷ്ടരായിരിക്കുക. ലീവ് വൺ ഡേ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു ദിവസം ശരിയായും നന്നായും ജീവിക്കുക. Have a blessed day.